കട്ടപ്പനയിലെ ട്രാഫിക് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി YMCA നടത്തിവരുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്പൈസസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. HCN MD ജോർജി മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി YMCAയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജനകീയ യോഗങ്ങളുടെ ഭാഗമായി കട്ടപ്പന സ്പൈസസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുന്തളംപാറ റേഷൻകട ജംഗ്ഷനിൽ ക്ലബിന്റെ അംഗങ്ങളുടെയും പ്രദേശത്തെ പൗരപ്രമുഖരുടെയും യോഗം സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരത്തിന്റെ വികസനത്തെ മുരടിപ്പിലേക്ക് നയിച്ചുകൊണ്ടാണ് നഗരത്തിനുള്ളിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. വാഹനയാത്രക്കാർക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കട്ടപ്പനയുടെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള വികസനത്തിന് തന്നെ ട്രാഫിക് പ്രതിസന്ധി വിലങ്ങുതടിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് പരിഷ്കരണമെന്ന ആശയം ഉയർത്തിക്കൊണ്ട് YMCAയുടെ നേതൃത്വത്തിൽ ജനകീയ യോഗങ്ങൾ നടത്തിവരുന്നത്. യോഗം HCN MD ജോർജി മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സ്പൈസസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ജോസഫ് അധ്യക്ഷനായി. കട്ടപ്പന YMCA ട്രഷറർ UC തോമസ് നഗരസഭയ്ക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ചർച്ചയിലേക്ക് വന്നതും എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് കട്ടപ്പന ടൗണിലെ തിരക്ക് ഒഴിവാക്കാനും പരിസരത്തുള്ള റോഡുകൾ ഉപയോഗിക്കാനും അതുവഴി ആ പ്രദേശത്ത് വികസനം ഉണ്ടാകാനുമാണ്. പാറക്കടവിൽ നിന്ന് സ്കൂൾ കവല വരെ പള്ളിക്കവല വരെയുള്ള ഏരിയയിൽ വന്ന മാറ്റം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കണ്ണുകൊണ്ട് കണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഗുണം. അതുപോലെ ITയുടെ അവിടെ നിന്ന് വെള്ളയാങ്കുടി വരെയുള്ള ഏരിയയിലും ബസ് അവിടെ തുടങ്ങുകയും മറ്റേ പ്രൈവറ്റ് വണ്ടികൾ ഇടുക്കി സൈഡിലേക്ക് പോകുന്ന പ്രൈവറ്റ് വണ്ടികൾ അതിലെ വരികയും ചെയ്താൽ അവിടെ നിലവിലുള്ള ഷട്ടറുകൾ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി പുതുതായിട്ട് ഷട്ടറുകൾ വരെയും കുറെ പേർക്ക് ജീവിതമാർഗമാവുകയും ചെയ്യും. ആ റോഡ് വികസിക്കും, റോഡിന് വീതി ഉണ്ടാവും, ഭാവിയിലേക്ക് ഡെവലപ്മെന്റ് വരും. അതുപോലെ ഈ തിരക്കുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കട്ടപ്പന ടൗണിലെ കച്ചവടങ്ങൾ കൂടും. കാരണം വണ്ടിയായിട്ട് വന്ന് പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിലുള്ള കടകളുടെ കച്ചവടത്തിന്റെ കുറവ് മാത്രം ഒന്ന് ചിന്തിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന സംഗതിയാണ്. നടപ്പാക്കേണ്ട ട്രാഫിക് പരിഷ്കരണങ്ങളെക്കുറിച്ച് നടന്ന വിശദമായ ചർച്ചയിൽ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KS മാത്യു, കട്ടപ്പന സ്പൈസസ് ക്ലബ്ബ് സെക്രട്ടറി തോമസ് അമ്പാട്ട്, ട്രഷറർ ജെയിംസ് കുര്യൻ, ജോയിന്റ് സെക്രട്ടറി ജോയിച്ചിൻ വലിയ പടിഞ്ഞാറേതിൽ, ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണേണ്ടതിന്റെയും പരിസര പ്രദേശങ്ങൾ വികസിക്കേണ്ടതിന്റെയും ആവശ്യകത യോഗത്തിൽ വിശദീകരിച്ചു.